എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഇക്കണോമിക്സിൻ്റെ എക്സാം ആയിരുന്നു. അപ്പം എക്സാം 2 മണി മുതൽ 4:45 വരെയാണ്. 4 മണി ആയപ്പോൾ എൻ്റെ ഇൻവിജിലേറ്ററിൻ്റെ പേപ്പർ വാങ്ങിച്ചു. 4 മണിക്ക് ശേഷം 4 മണിക്ക് വാങ്ങിച്ചിട്ട് 4:30ക്കാണ് എനിക്ക് തന്നത്. ഞങ്ങൾ സ്കൂളിൽ സാറൊന്നുമില്ല, വേറെ സ്കൂളത്തെ സാറാണ്. സാറ് ഞാൻ അടുത്തിരിക്കണ കുട്ടീനോട് ചോദിച്ച് ഇതിൻ്റെ ആൻസർ എന്താ, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. അത് കാണിച്ചിട്ടാണ് എൻ്റെ പേപ്പർ വാങ്ങിച്ചു വെച്ചത്. ഞാൻ പിന്നെ വാച്ചിൽ നോക്കുകയാണ്, ഇപ്പം തരും വിചാരിച്ചിട്ട്. പക്ഷേ എൻ്റെ പേപ്പർ തന്നിട്ടില്ല. പിന്നെ ഞാൻ കരഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് പേപ്പർ തന്നത്. 4:30ക്കാണ് പിന്നെ എനിക്ക് പേപ്പർ കിട്ടണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 1 വേർഡ് നോക്കാണ്ടിരുന്നത്, 2 മാർക്കിൻ്റെ പ്രോബ്ലംസ് ചെയ്യാണ്ടിരുന്ന് ശരിക്കും ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മാമനൊക്കെ വിളിച്ചപ്പോൾ മാമൻ പറഞ്ഞ്, ലോയറോട് ചോദിച്ചപ്പോൾ ലോയർ പറഞ്ഞ് ഇതിങ്ങനൊരു ആവശ്യമില്ല, സാറിന് അങ്ങനെ പേപ്പർ വാങ്ങേണ്ട അധികാരമൊന്നുമില്ല, ലീഗലി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് റിട്ടേൺ ആയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും RDDക്കും എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിന് ലീഗലി മൂവ് ചെയ്യണമെന്ന് തന്നെയാണ് താല്പര്യം. എന്ത് പറഞ്ഞിട്ടാണ് ഈ പേപ്പർ മേടിച്ചു വെച്ചത്? എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേപ്പർ വാങ്ങിച്ചിട്ട് ഒരുപാട് സമയം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേപ്പർ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചു. ഇതിന് മുന്നേ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇന്നലെ തന്നെ വേറൊരു കുട്ടീനെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേപ്പർ വാങ്ങിച്ചു വെച്ചത്. ആ കുട്ടീൻ്റെ പേപ്പർ ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തത്, നിർത്തിക്കുക ചെയ്തത്. എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എനിക്ക് ഇതുവരെ ഞാൻ ഇങ്ങനൊരു ഇത് ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ആരോട് എന്ത് പറയണമെന്നോ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേപ്പർ തരൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. 4:30 ഞാൻ ഇങ്ങനെ സമയം നോക്കിയിരിക്കുകയാണ്. ഇനി തീരെ സമയമില്ലല്ലോ വെച്ചിട്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്ക് പേപ്പർ തന്നത്. എനിക്ക് SSLCക്ക് +1 ഫുൾ A+. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പഠിച്ചെഴുതണം എക്സാം. പഠിച്ചു പോയിട്ട് എനിക്ക് പഠിച്ചതിൽ എഴുതാനും പറ്റിയിട്ടില്ല. A+ വിചാരിച്ച എക്സാം A+ പോലും ഉണ്ടാവില്ല. അച്ഛനമ്മയ്ക്കൊക്കെ അറിയാം ഞാൻ രാത്രി വരെ ഉറക്കം കളിച്ചിരുന്ന് പഠിക്കുന്നതാണ്. എക്കണോമിക്സ് എക്സാം ഭയങ്കര ടഫുള്ള എക്സാം എന്ന് വെച്ചിട്ട് അത്രയും ടെൻഷൻ അടിച്ച് പോയിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയൊന്നും എഴുതാൻ. കഴിഞ്ഞ ദിവസം +2 എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത്. ആ ഒരു കുഞ്ഞിന്റെ എക്സാം എഴുതാൻ സാധിക്കാതെ ഇടയ്ക്ക് വെച്ച് തന്നെ ഇൻവിജിലേറ്റർ പേപ്പർ പിടിച്ച് വാങ്ങിച്ചിട്ട് അത് സമയത്തിന് കൊടുക്കാതെ ആ കുഞ്ഞിനെ എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയിൽ നമ്മൾ കേട്ടല്ലോ. ശരിക്കും നമ്മൾ ഒറ്റ നോട്ടത്തിൽ അത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുമല്ലേ? കാരണം ഒരു പെങ്കൊച്ചാണ്, കരയുകയാണ്, എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയത് ആ ഒരു ഇൻവിജിലേറ്ററോടായിരുന്നു. കാരണം +2 എക്സാം അല്ലേ, അപ്പം ഇത്രയ്ക്കും ഒരു പിടിവാശി വേണമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ശരിക്കും എനിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം തന്നെയാണ് തോന്നിയത്. പിന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴാണ് ആലോചിച്ചത്, ഇവിടെ നമ്മൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ രണ്ടുപേരുടെയും തെറ്റുമുണ്ട്, ന്യായവുമുണ്ട് അല്ലേ? പെൺകൊച്ചിന്റെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും, അതുപോലെ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു ഭാഗം കൂടി സംസാരിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു +2 എക്സാം ആണ്, ബോർഡ് എക്സാം ആണ്, ഫൈനൽ എക്സാം ആണ്. ഇവിടെ എക്സാം ഹാളിൽ പാലിക്കേണ്ട കുറെ റൂൾസും റെഗുലേഷനും നിയമങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ അതൊക്കെ നമ്മൾ പാലിച്ച് തന്നെയാണ്. അത് നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലൊക്കെ നമ്മളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എക്സാം ഹാളിൽ സംസാരിക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇൻവിജിലേറ്റേഴ്സ് അവിടെ, അതൊരു അധ്യാപകൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു അധ്യാപകന്റെ ചുമതല എന്താണ്? ഇത്തരത്തിലെ ക്ലാസ്സിൽ നടക്കുന്ന ഈ ഒരു എന്താ പറയണ ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ കോപ്പി അടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണല്ലോ നമ്മൾ മെയിൻലി ഒരു അധ്യാപകരെ അവിടെ നിർത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ അവരെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. കോപ്പി അടിച്ച് എഴുതുക അല്ലെങ്കിൽ സംസാരിക്കുക അങ്ങനെയുള്ള ഇതാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻവിജിലേറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ ആവശ്യമില്ല. അപ്പം ഇവിടെ ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, പെൺകുട്ടിയല്ല സംസാരിച്ചെന്ന്, അടുത്തിരുന്ന ഒരു കുട്ടിയാണ് ഈ കൊച്ചിനോട് ചോദിച്ചേ എന്ന് പറയുന്നു. സ്വാഭാവികമാണ്, നമുക്കറിയാം നമ്മളെ ക്ലാസ്സിലെ നമ്മളെ കൂട്ടുകാരാകുമ്പം നമ്മൾ അടുത്തടുത്ത ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെയായിരിക്കുമല്ലോ അടുത്തടുത്തിരിക്കുന്നത്. അവർ ചോദിച്ചതായിരിക്കാം, ഇവരെ തെറ്റ് പറയാനും പറ്റില്ലല്ലോ. അത് മിക്ക സ്കൂളുകളിലും പരീക്ഷാ ഹാളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഒരുപാട് തവണ ചോദിച്ചപ്പോൾ തന്നെ ഈ പെൺകൊച്ചി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യമാണ് നമ്മുടെ അധ്യാപകൻ കണ്ടതും ഈ പെൺകൊച്ചിന്റെ പേപ്പറിനെ പിടിച്ചു വാങ്ങി ഒരു അരമണിക്കൂറോളം എടുത്തു വെച്ചിരുന്നു. അത് 2 മണിക്ക് എക്സാം തുടങ്ങുന്നത്, 4:45 വരെയാണ് എക്സാം. 4 മണിക്ക് പേപ്പർ പിടിച്ചു വാങ്ങിച്ചിട്ട് 4:30 എങ്ങാണ്ടാണ് കൊടുത്തത്. അവിടെ അധ്യാപകന്റെ ചുമതല ചെയ്തു. പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ആ ഒരു പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ എന്നും അറിയില്ല. നമുക്കിപ്പം ഒരു ഭാഗത്തു നിന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ കേട്ടതല്ലേ, ഈ ഒരു പെൺകുട്ടി പറയുന്ന കാര്യം മാത്രമാണ് നമ്മൾ കേട്ടത്. ഇനി അധ്യാപകൻ എന്താണ് പറയാനുള്ളതും കൂടെ കേട്ടാൽ മാത്രമാണ് 2 രീതിയിൽ നമുക്കത് ചിന്തിച്ച് എന്താണ് ആക്ച്വലി ഇവിടെ നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഒരാളുടെ വാക്ക് കേട്ട് മാത്രം നമുക്ക് അതിനെ ഒരു അനലൈസ് ചെയ്ത് ജസ്റ്റിഫൈ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല.
അപ്പം എന്തായാലും അധ്യാപകന്റെ ചുമതല ചെയ്തു, കടമ ചെയ്തു. ചിലപ്പോൾ ഇത് ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒറ്റ തവണ ഒരാൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ പേപ്പർ പിടിച്ച് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിരളമല്ലേ. അതൊക്കെ പണ്ടും അങ്ങനെ ഇല്ലായിരുന്നല്ലോ. പണ്ടൊക്കെ ജസ്റ്റ് നമ്മൾ ഒരു എക്സാം എഴുതുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒന്ന് നോക്കി അല്ലെങ്കിൽ ചോദിക്കുക മര്യാദയ്ക്ക് ഇരുന്ന് എഴുതടാ, അല്ലെങ്കിൽ പതുക്കെ വന്ന് സാറ് ചെവിയിലൊക്കെ തിരുമീറ്റി പോയിട്ട് എക്സാം എഴുത് എന്നൊക്കെ പറയുന്ന അധ്യാപകരാണ് നമുക്ക് പണ്ട് മുന്നേ കൊണ്ടായിരുന്നു. എൻ്റെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പെൺകുട്ടി പറയുന്നതിനോട് തന്നെ സമ്മിശ്ര പ്രതികരണം തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ. അധ്യാപകരെയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പെൺകൊച്ചിനെയും പറയുന്നുണ്ട്. അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോഴത്തേക്ക് പേപ്പർ വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ലാതെ ജസ്റ്റ് ഒരു വാണിംഗ് കൊടുത്ത് വിടേണ്ടതല്ലേ എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടിരിക്കുന്നത്. ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ശരിയാണ്, അത് അങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് തോന്നിപ്പോ. ചിലതൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് ആ ഒരു അധ്യാപകനോട് തന്നെ ദേഷ്യം തോന്നുന്ന രീതിയിലുള്ള കമന്റ്സുകളുണ്ട്. കൊലയാളികളെ ലോക്കപ്പിലും ജയിലിലും പരീക്ഷ എഴുതാൻ അനുവദിക്കുന്ന നാട്ടിലാണെന്ന് ഓർക്കണം ഈ ഒരു ചെറ്റത്തരം. ഈ ഒരു സംഭവം അധ്യാപകനെ തന്നെയാണ് ചൂണ്ടിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡയലോഗ് നമുക്കറിയാലോ, ഷഹബാസിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഷഹബാസിന്റെ കൊലയാളികൾക്ക് പോലീസിന്റെ സംരക്ഷണയോടുകൂടി തന്നെ എക്സാം എഴുതാനുള്ള അവസരം കൊടുത്തു. അപ്പം അത് ബേസ് ചെയ്താണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. ശരിക്കും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പെൺകുട്ടിയെ ജസ്റ്റ് ഒരു വാണിംഗ് കൊടുത്തു, അല്ലെങ്കിൽ അത് വെറുതെ വിടാമായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ അല്ലേ. കാരണം കൊലയാളികൾക്ക് എക്സാം എഴുതാനുള്ള അവസരം കൊടുക്കുന്നു, അത് പോലീസ് സംരക്ഷണത്തിലൂടെ നോക്കുമ്പോൾ ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഈ ഒരു കൊച്ചിന്റെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ തെറ്റ്, അല്ലെങ്കിൽ പോട്ടെ ഇവൾ അറിയാതെ ചെയ്തതാണ്, അറിയാതെയോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നറിയില്ലല്ലോ. എന്നായിരുന്നാലും ശരി, ഈ ഒരു കാര്യത്തെ നമുക്ക് അവഗണിച്ച് വിടാമായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തി അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണം. അധ്യാപകനാണ് ഇവിടെ വന്നത്. ഇനി കുട്ടിയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു, അത് എന്തെന്ന് നമുക്കറിയില്ല. അത് ശരിയാണ് കേട്ടോ, കുട്ടിയുടെ ഭാഗത്ത് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് അധ്യാപകൻ എന്ന നിലയിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു. അതൊരു മാനസിക പരിഗണനയാണ് കൊടുക്കേണ്ടതായിരുന്നു. അത് എന്തായി, കാരണം ഈ ഒരു സംഭവം എന്താണ് നടന്നതെന്നുള്ള ആ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ അധ്യാപനയും ഈ ഒരു പെൺകുച്ചിന് മാത്രമേ അറിയാവൂ. ഇങ്ങനെ ചോദിച്ചവർക്ക് പേപ്പർ കാണിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ അത് ആരെങ്കിലും അനുവദിക്കുമോ? ഒരു പെൺകുട്ടി ഒന്ന് കരഞ്ഞാൽ ഉടനെ പിന്നെ എല്ലാവരും അതിന്റെ പുറകെ ചാടി വരില്ലേ? ആ അധ്യാപകന്റെ അഭിപ്രായം നമുക്കും അറിയില്ലല്ലോ. വരട്ടെ, തീർച്ചയായും ഞാനും ഇത് അത് തന്നെ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരാളുടെ കാര്യം മാത്രം നോക്കിയിട്ട് അത് എന്താണ് ശരിയെന്ന് നമുക്ക് ജസ്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അധ്യാപകനും നേരിട്ട് വരണം, അല്ലെങ്കിൽ അധ്യാപകൻ എന്താണ് പറയാനുള്ളത് എന്നുകൂടി അറിഞ്ഞാൽ മാത്രമാണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ അധ്യാപകനെ വെറുതെ വിടരുത്, മോൾക്ക് പൂർണ്ണ പിന്തുണ. ശരിക്കും ഇത് എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഈ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും ആ ഒരു ദേഷ്യം ഫസ്റ്റിൽ തോന്നിയ ദേഷ്യമാണ്. പിന്നെ ഇരുത്തി ഒന്ന് ചിന്തിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കാര്യത്തിന്റെ ഗൗരവം ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ പെൺകൊച്ചിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും വരട്ടെ, കാര്യങ്ങൾ എന്തായാലും ഈ ഒരു പെൺകുട്ടി ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും അതിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ സത്യാവസ്ഥ എന്തായാലും പുറത്ത് തന്നെ വരും. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം, ഒരുപാട് ഈ ഒരു കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മാനസികമായിട്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് തളർന്നു പോകും. നമുക്കറിയാലോ ഈ ഒരു എക്സാം തുടങ്ങുന്ന ഒരു പ്രഷർ കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എക്സാം തുടങ്ങുന്നതിന്റെ തലേദിവസം വരെ തന്നെ ഒരു ന്യൂസിന് കണ്ടതാണ്, ഒരു വിദ്യാർത്ഥി എഴുതിയിട്ട് തൂങ്ങി മരിച്ചതോ മരണപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു കുട്ടി മാനസികമായിട്ട് അങ്ങനെ തളരാതെ തന്നെ ലീഗലി മൂവ് ചെയ്തല്ലോ. അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ലീഗലി മൂവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അത് എന്താണെന്നും ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ ഇതെന്താണെന്നുള്ളത് കാര്യം പുറത്തു വരും. അപ്പം ആ കാര്യത്തിലൊക്കെ നമുക്ക് ഇവരെ സമ്മതിക്കുന്നുണ്ട്. ഒരു വശത്ത് സഹപാഠികളെ കാലുപുരിക്കയച്ച് കൊടും കുറ്റവാളികളെ പോലീസ് സംരക്ഷണയിൽ പ്രത്യേക സജ്ജമാക്കിയ മുറിയിൽ പരീക്ഷ എഴുതിച്ച് മാതൃക കാട്ടുന്നു. മറുവശത്ത് അടുത്തിരുന്ന കുട്ടിയോട് എനിക്കറിയില്ല എന്ന് പറഞ്ഞതിന് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതവും ഭാവിയും അനിശ്ചിതത്തിലാക്കുന്നു. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഒരു കമന്റിൽ ശരിക്കും കറക്റ്റ് ആണ് അല്ലേ? ആ ഒരു വിദ്യാർത്ഥികൾക്ക്, കൊടും ക്രിമിനലുകൾക്ക് എക്സാം എഴുതാനുള്ള അവസരവും എന്താ പറയാ, നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകൊച്ചിന്റെ പേപ്പറിനെ വാങ്ങിച്ച് അരമണിക്കൂർ അതിനൊരു ശിക്ഷ കൊടുക്കുന്ന രീതിയിലായിപ്പോയി എന്ന് പറയുമ്പോൾ ഇന്ന് കാണിച്ചപ്പോഴാണ് ശരിക്കും ആളുകൾക്ക് ഇതും അതുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് പറയുന്നത് തന്നെ. ഈ പ്രശ്നത്തിൽ എന്താണ് നടന്നത് എനിക്കറിയില്ല. പക്ഷേ കുട്ടികൾ വ്യാപകമായി എക്സാം ഹാളിൽ ബിറ്റ് കൊണ്ടുവരികയും കോപ്പി അടിക്കുകയും ചെയ്യുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേടാണ് മിക്കപ്പോഴും എക്സാം ഹാളുകളിൽ. പരീക്ഷകൾ വെറും പ്രഹസനമാവുന്ന അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതും ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു അധ്യാപകനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, ആ ഒരു പെൺകൊച്ചിനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും എന്താ പറയുക, ന്യായവുമുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സില്ലി കാര്യമായിരുന്നു. വേണമെങ്കിൽ അധ്യാപകന് തന്നെ ഒരു വാണിംഗ് കൊടുത്ത് ആ ഒരു
കൊച്ചിനെ എക്സാം എഴുതിപ്പിക്കാമായിരുന്നു. കാരണം ഈ ഒരു പെൺകൊച്ചിന് SLCയിലും +1 A+ മാർക്കുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം നല്ല പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു കോപ്പി അടിയുടെ സാധ്യത എനിക്ക് തോന്നുന്നില്ല അവിടെ ഉണ്ടാകും എന്നുള്ള സാധ്യതയില്ല. മേ ബി അടുത്തിരുന്ന കൊച്ച് ഈ പെൺകൊച്ചിനോട് ചോദിച്ചു കാണും, കൂട്ടുകാരികളല്ലേ, ചോദിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. അത് അധ്യാപകൻ കാണുകയും അപ്പോൾ ആ ഒരു പണിഷ്മെന്റ് കൊടുത്തതാണ്. പക്ഷേ പണിഷ്മെന്റ് ഇത്തിരി കടുത്തു പോയി. +2 എക്സാം ആണ്, ഫൈനൽ എക്സാം ആണ്, ബോർഡ് എക്സാം ആണ്. അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. എന്തായാലും ശരി, ഇപ്പോൾ അധ്യാപകന്റെ ഭാഗം കൂടെ കേട്ടിട്ട് മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് നേരെ എന്താണെന്നുള്ളത് ജഡ്ജ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റുകയുള്ളൂ.